ധർമ്മസ്ഥലയെ കുറിച്ച് സംസാരിക്കുന്ന ഇടയിൽ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് ചേർത്തല എന്ന് പറയുന്ന മിനി ധർമ്മസ്ഥലയെ കുറിച്ചിട്ട്. സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു മധ്യവയസ്കൻ 3 മധ്യവയസ്കരായിട്ടുള്ള സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകിയും പറമ്പ് കച്ചവടം നടത്താം എന്നൊക്കെ പേരും പറഞ്ഞ് അവരോടടുത്ത് അവരുടെ പണവും സ്വർണവും സ്വത്തുമെല്ലാം അപഹരിച്ചതിന് ശേഷം സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് കൊന്ന് കഷ്ണങ്ങളാക്കി വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് കുഴിച്ചുമൂടി. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളെയാണ് ഈ ഒരു മനുഷ്യൻ ഇതിനു വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തിരുന്നത് എന്നുള്ളതാണ്. ഓരോ ആളുകളുടെയും അടുത്ത് പരിചയപ്പെടാൻ എത്തുന്ന രീതികളിലും വ്യത്യാസം ഉണ്ടായിരുന്നു. 2002 ആദ്യത്തെ കേസ് വരുന്നത്. ബിന്ദു പത്മനാഭൻ എന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നത് ഒരു പറമ്പ് കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവരുമായിട്ട് കൂടുതൽ അടുക്കുന്നു, വിവാഹ വാഗ്ദാനവും മറ്റു കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പതുക്കെ അവരോട് അടുത്തതിന് ശേഷം അവർക്ക് ഒരു ഭൂമി കൊച്ചിയിൽ വെച്ച് കച്ചവടം നടത്തി കൊടുക്കുന്നു. ബിന്ദുവിനെ ബിനാമിയാക്കിക്കൊണ്ടാണ് ആ ഒരു കച്ചവടം നടക്കുന്നത്. പക്ഷെ ആ കച്ചവടത്തിൽ നിന്നും 1 രൂപ പോലും ബിന്ദുവിന് കിട്ടുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് ബിന്ദു അത് ചോദിക്കുകയും ബിന്ദുവിനെ വകവരുത്തുകയാണ് ചെയ്തത്. എന്നാൽ 2002 കാണാതായ ബിന്ദുവിനെ കുറിച്ച് 2017 ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് തികച്ചും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കില്ലല്ലോ. ബുദ്ധിമാനായിട്ടുള്ള സീരിയൽ കില്ലർ തന്നെയാണ് സെബാസ്റ്റ്യൻ. ചേർത്തല പള്ളിപ്പുറം 9ാം വാർഡിലാണ് ഈ ഒരു മനുഷ്യൻ ജീവിക്കുന്നത്. തികച്ചും ഒറ്റപ്പെട്ട ചതുപ്പ് നിലത്തിലാണ് ആൾ ജീവിക്കുന്നത്. പോലീസുകാർ അന്വേഷണവുമായി വന്നു കഴിഞ്ഞാൽ തന്നെ അയാളുടെ അടുത്തേക്ക് എത്തുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അത്രക്ക് മാലിന്യ കൂമ്പാരങ്ങളും മറ്റുമെല്ലാം കൂടിക്കിടക്കുന്ന ഒരു സ്ഥലം, ആകെ ചളിയിൽ പൂണ്ടുകിടക്കുന്ന ഒരു സ്ഥലം. വീട് കണ്ടാൽ തന്നെ ഒരു പ്രേതാലയമായിട്ട് തോന്നും. ഈ ഒരു വീട്ടിലേക്ക് രാത്രി കാലങ്ങളിൽ ആ നാട്ടിലുള്ള യുവാക്കളെയും മറ്റാളുകളെയും കുടിയന്മാരെയും ഒക്കെ കൊണ്ടുവന്ന് നിരന്തരം മദ്യപാനവും മറ്റു കാര്യങ്ങളൊക്കെ ആണ് എന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. അയാളുടെ വീടിനകത്തു നിന്നും ഒരുപാട് കോണ്ടവും മറ്റു കാര്യങ്ങളും കിട്ടിയതായിട്ടും ഇപ്പോ റിപ്പോർട്ട് വരുന്നുണ്ട്. അയൽവാസികളായിട്ടുള്ള പല ആളുകളും അയാളോട് ചോദിച്ച ചോദ്യവും ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ വീട് ഇത്ര വൃത്തിഹീനമായിട്ട് കൊണ്ടു നടക്കുന്നത്, വൃത്തിയാക്കിക്കൂടെ എന്നുള്ളത്. അതിനെല്ലാം ഒരു ചെറു പുഞ്ചിരിയാണ് മറുപടി എന്നുള്ളതാണ്. ബിന്ദു പത്മനാഭനെ കാണാതായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യുകയും അന്ന് പോലീസുകാർക്ക് ഒരു സംശയവും തോന്നാതെ അയാളെ വെറുതെ വിടുകയുമായിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അടുത്ത കേസ് നടക്കുന്നത് 2006 ഏറ്റുമാനൂരുള്ള ജൈനമ്മ എന്നൊരു സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നെ അടുത്ത ഒരു കേസ് വരുന്നത്. ജൈനമ്മയുടെ കയ്യിലുള്ള സ്വർണവും മറ്റു കാര്യങ്ങളൊക്കെ അയാൾ കൈക്കലാക്കിയതിനു ശേഷം ആ ഒരു സ്ത്രീയെ ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ജൈനമ്മയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണവുമെല്ലാം ഒരു കടയിൽ വിൽപ്പന നടത്തുകയും ആ ഒരു കടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് News 18 ഒരു ഹിഡൻ ക്യാം വീഡിയോ പോലും കഴിഞ്ഞ ദിവസം ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് 2 സ്ത്രീകളെ അതിവിദഗ്ധമായിട്ട് തന്നെ കൊല്ലുകയും ചെയ്തു, ആരും തിരിഞ്ഞു നോക്കില്ല എന്നുള്ള വിശ്വാസം കൊണ്ട്. അടുത്ത കേസ് 2012 കാണാതായ ആയിഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ആയിഷ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായിരുന്നു, പെൻഷനറാണ്. അവര് ഒറ്റപ്പെട്ട ജീവിതം തന്നെ നയിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ളതാണ്. അവരുടെ ഒരു പറമ്പ് കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ഒരു വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സെബാസ്റ്റ്യൻ അവരുടെ അടുത്തേക്ക് എത്തുന്നതും അവരുമായിട്ട് കൂടുതൽ അടുക്കുന്നതും എന്നുള്ളതാണ്. പണത്തിന് വേണ്ടി സെബാസ്റ്റ്യൻ എന്തും ചെയ്യുമെന്ന് തന്നെയാണ് അയാളുമായി ചുറ്റിപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം പറയുന്നത്. പ്രായമായ സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകും, ഒറ്റപ്പെട്ട സ്ത്രീകളെ തന്നെയാണ് അതിനെ തെരഞ്ഞെടുക്കുന്നത്. പിന്നീട് അവരുമായിട്ട് കൂടുതൽ അടുക്കുന്നു, അവരുടെ കയ്യിലുള്ള സ്വർണവും മറ്റുള്ള കാര്യങ്ങളും അപഹരിച്ചതിന് ശേഷം കൊന്ന് കഷ്ണങ്ങളാക്കി പല ഇടങ്ങളിലായിട്ട് നിക്ഷേപിക്കുക എന്നുള്ളതാണ് ആളുടെ ഒരു പ്രധാന വിനോദം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഈ 3 പേരും അല്ലാതെ ഇനിയും ആളുകളെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് പോലീസുകാർ അന്വേഷണം നടത്തുന്നു. ഇന്ന് വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ വീണ്ടും അസ്ഥിക്കൂടങ്ങൾ കിട്ടി എന്നുള്ള ഒരു കാര്യവും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ സെബാസ്റ്റ്യനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അയാളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരുപാട് വക്കീലന്മാരുമായിട്ടുള്ള ചങ്ങാത്തം കൊണ്ടാണോ എന്നറിയില്ല, ആള് വളരെ വിദഗ്ധമായി അതിൽ നല്ല ഊരിപ്പോവുകയാണ്. നുണപരിശോധന നടത്തിയാൽ ഞാൻ മരിച്ചു പോകും, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, ഒരുപാട് അസുഖങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും അന്ന് ഊരി. ആ ഒരു ഊരലോട് കൂടിയിട്ട് ആള് വിശ്വസിച്ചിട്ടുണ്ടാകാം ഒരു പക്ഷേ എന്നെ ഇനി ആരും പൊക്കില്ല എന്നുള്ളത്. പക്ഷെ കേരള പോലീസിനോടാണ് അവൻ കളിക്കുന്നത് എന്നുള്ള ബോധമില്ല. ഇത് ധർമ്മസ്ഥല എന്ന് പറയുന്ന ആ സ്ഥലമല്ല, ഇത് കേരളമാണ് എന്ന് സെബാസ്റ്റ്യൻ മറന്നുപോയി എന്നുള്ളതാണ്. ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സെബാസ്റ്റ്യന്റെ വീട്ടിലേക്ക് പോലീസുകാരെത്തുന്നത്. വാതിലിന്റെ മുകളിൽ കണ്ട രക്തക്കറയാണ് ഒരു പക്ഷേ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് കൂടുതൽ പോലീസുകാർ അടുക്കുന്നത്. അതുകൂടാതെ തന്നെ ഇവരുടെ എല്ലാവരുടെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സെബാസ്റ്റ്യന്റെ നമ്പറും പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. വീട്ടിനകത്തു നിന്നും 15 അസ്ഥി കഷ്ണങ്ങളാണ് പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. വീട്ടുവളപ്പിൽ നിന്നും കത്തിക്കരിഞ്ഞ നിലയിലും കുറെ അസ്ഥികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലേറ്റവും നിർണായകമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിനകത്തു നിന്നും കിട്ടിയ വസ്തുക്കളിൽ ഒരു
പല്ല് കിട്ടുന്നു. ആ പല്ല് കെട്ടിച്ച ഒരു പല്ലായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു കാര്യമാണ് ആയിഷ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ തിരോധാനവുമായിട്ട് സെബാസ്റ്റ്യനെ കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. 2002 ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ 52 വയസ്സിൽ കാണാതാവുന്നു. അത് കഴിഞ്ഞ് ജൈനമ്മ 2006 45 വയസ്സിൽ കാണാതാവുന്നു. അത് കഴിഞ്ഞ് ആയിഷയെ 2012 കാണാതാവുന്നു. ആയിഷയുടെ പല്ല് കെട്ടിച്ചിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തലുകൾ എന്നുള്ളതാണ്. ഇനി ഇവിടെ നിന്നും കണ്ടെത്തിയ ഓരോ അസ്ഥികളും ഓരോ എല്ലും കഷ്ണങ്ങളും DNA പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതിന് ബിന്ദുവിന്റെയും ആയിഷയുടെയും ജൈനമ്മയുടെ ഒക്കെ വീട്ടുകാരുടെ DNA സാമ്പിളുകളും എടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് എന്തായാലും വീടിന്റെ ചുറ്റുവളപ്പ് മുഴുവൻ പോലീസുകാര് JCB കൊണ്ട് മാന്തി എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അയാളുടെ വീടിനകത്തും കൂടി പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. വീട് അത്ര വൃത്തിശൂന്യമാണ് എങ്കിലും വീടിനകത്ത് ഇപ്പോൾ ഇട്ട പുതിയ ടൈൽസും അതേപോലെ തന്നെ സ്വന്തം റൂമിലിട്ട വലിയ നീളം കൂടിയ ഗ്രാനൈറ്റുകളും ഒക്കെ പൊളിച്ച് അതിനകത്ത് ആരെങ്കിലുമൊക്കെ അടക്കം ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആയിഷ ഗവൺമെന്റ് ജീവനക്കാരി ആയതുകൊണ്ട് തന്നെ പെൻഷൻ കിട്ടിയിരുന്നു. 2-2.5 വർഷമായിട്ട് ഇവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ഗവൺമെന്റിന് മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ ഭാഗമായിട്ട് പെൻഷൻ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ആയിഷയുടെ വീട്ടിലേക്കും അന്വേഷണം എത്തിയപ്പോഴാണ് അവരുടെ അയൽവാസിയായിട്ടുള്ള റോസമ്മ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ആ ഒരു കാര്യം പറയുന്നത്. റോസമ്മയെ വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് സെബാസ്റ്റ്യൻ അവരുടെ വീട്ടിലേക്ക് ചെന്നതും ആ ഒരു ബന്ധം തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതും പറയുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ആയിഷയുടെ മരണത്തിലും ഇയാൾക്ക് പങ്കുണ്ട് എന്ന് പോലീസുകാർ കണ്ടെത്തുകയാണ്. ആയിഷയുടെ മൊബൈൽ ഫോണിലേക്ക് നിരന്തരം വിളിക്കാറുണ്ട്. വിളിക്കുന്ന സമയത്ത് ആരോ ഫോൺ എടുക്കാറുണ്ട്. ആ ഫോണിന് മറുപടി ആയിട്ട് ഒന്നും കേൾക്കാറുമില്ല എന്നുള്ളതാണ്. റോസമ്മ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസമ്മയുടെ മൊബൈൽ ഫോണിലേക്ക് ആയിഷ വിളിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പോലീസുകാർ ആ ഒരു സമയത്ത് അത് ചെവി കൊണ്ടില്ല. പക്ഷെ ഈ ഒരു സമയത്ത് അതൊക്കെ നിർണായകമായിട്ടുള്ള തെളിവുകളായിട്ട് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. 2002 ബിന്ദു പത്മനാഭന്റെ കേസിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആ ഒരു ഫലത്തിലും ഊർജത്തിലുമാണ് പിന്നീടുള്ള ഈ 2 കൊലപാതകം ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഈ 3 കൊലപാതകങ്ങൾക്ക് പുറമെ അയാള് വേറെയും കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഇനി പരിശോധനയിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എത്ര വലിയ സ്മാർട്ട് ആയിട്ടുണ്ടെങ്കിൽ പോലും കേരള പോലീസിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നുള്ള ബോധം അത് ഇവിടെ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് പറയുകയാണ്. ദയവ് ചെയ്ത് ഇമാതിരി ഊളത്തരം ഒന്നും ചെയ്ത് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതണ്ട. ഇത് യഥാർത്ഥ ധർമ്മസ്ഥലയല്ല, ഇത് കേരളമാണ് എന്ന ബോധം വേണം. ഇവിടെ ഒരു ഡാറ്റയും നശിപ്പിക്കപ്പെടില്ല, ഇവിടെ ഒരു കുറ്റവാളിയും ശിക്ഷിക്കപ്പെടാതിരിക്കില്ല. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.